ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവിന്റെ കുരിശുമരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദുഃഖവെള്ളിയാഴ്ചയെങ്കിലും വിമതന്മാരുടെ മനസ്സിന് ഒരു മാറ്റമുണ്ടാവില്ലേ? മാർപ്പാപ്പയെ അർപ്പിക്കുന്ന കുർബാനക്രമമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന അവകാശവാദമാണ് കുറെ നാളായി ഇവിടെ വിമതന്മാർ മുഴക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇത്തരം വാദഗതികളുമായി സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങി നടക്കുന്ന പാവങ്ങളെ കാണാറുണ്ട്. വിമത വൈദികർ കൊടുത്ത ക്യാപ്സൂൾ വിഴുങ്ങിയതിന്റെ പ്രശ്നമാണത്. കത്തോലിക്ക സഭ എന്നത് 24 വ്യത്യസ്ത സ്വയം ഭരണാധികാരമുള്ള സഭകളുടെ കൂട്ടായ്മയാണ്. സീറോ മലബാർ സഭ കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന ഒരു പൗരസ്ത്യ സഭയാണ്. ഈ സഭ പിന്തുടരുന്നത് അദ്ദായ് മാറി എന്നവരുടെ പേരിൽ അറിയപ്പെടുന്ന പ്രധാന അനഫറ ഉൾപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമമാണ്. പരിശുദ്ധ മാർപ്പാപ്പ കോട്ടയത്ത് വന്നപ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് സാഗൂതം വീക്ഷിക്കണം. അതുപോലെ തന്നെ ദിവ്യബലി അർപ്പിക്കണം എന്നങ്ങ് തീരുമാനിക്കണം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? മറിച്ച് ലത്തീൻ ക്രമത്തിൽ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നത് കണ്ടിട്ട് സീറോ മലബാർ റീത്തിന്റെ തക്സയും പിടിച്ചുകൊണ്ട് നിത്യം പാപ്പയെ പോലെ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കുന്നത് ബാലിശമാണ്, ശുദ്ധ ബോഷ്കാണ്, സാമാന്യ ബോധത്തെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെ കത്തോലിക്ക സഭയെയും സഭാ സംവിധാനങ്ങളെയും സഭയുടെ ആരാധന ക്രമത്തെയും ഒക്കെ വിശകലനം ചെയ്യുകയും മാർപ്പാപ്പയെ അർപ്പിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന വേണമെന്ന് അർത്ഥമില്ലാത്ത വാശി പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് റോമൻ കത്തോലിക്ക അഥവാ ലത്തീൻ സഭയിലെ വൈദികൻ നൽകുന്ന വിവരണം സോഷ്യൽ മീഡിയയിൽ കാണാവുന്നതാണ്. ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധി മാത്രമാണ്. കത്തോലിക്ക സഭയിൽ വിശ്വാസി സമൂഹം ഒന്നു ചേർന്നാണ് ബലിയർപ്പിക്കുന്നത്. ജനത്തിന്റെ പ്രതിനിധിയായ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നു മാത്രം. അൽമായരുടെയും സന്യസ്തരുടെയും പൗരോഹിത്യ ധർമ്മത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വൈദികന് താനാണ് എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന ചിന്ത ഒഴിവാക്കാനാകും. ക്രിസ്തുവിനെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലിയർപ്പിക്കുന്നത്. അല്ലാതെ പുരോഹിതനെ ജനം കണ്ട് ആസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കിക്കൊണ്ട് ആസ്വദിച്ചോ അല്ല. ധ്യാനാത്മകതയോടെ ബലിയർപ്പിക്കുന്ന വൈദികർക്ക് ഒരിക്കലും മുന്നിലെയോ പിന്നിലെയോ ജനം ആ നേരത്ത് മനോവ്യാപാര വിഷയമാവില്ല. അവരെ കാഴ്ചവെപ്പിലൂടെയും കാറോസൂസയിലൂടെയും കർത്താവിന് സമർപ്പിക്കുന്നതിനപ്പുറം പുരോഹിതന് എന്താണ് അപ്പോൾ ചെയ്യാനുള്ളത്? എന്നാൽ ധ്യാനാത്മക മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ കുർബാന വെറും ഒരു നാടകമായി അധപ്പതിക്കും. അവിടെ ജനാഭിമുഖം മുഖ്യ വിഷയമാകും. ലത്തീൻ കുർബാന ക്രമത്തോട് വിമത വൈദികർക്ക് അത്ര താല്പര്യമാണെങ്കിൽ അവർ ഇനി ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് തങ്ങളെ ലത്തീൻ രൂപതയാക്കി മാറ്റണമെന്നായിരിക്കും. പക്ഷെ കാനോനികമായുള്ള കടമ്പകൾ കടന്നു കിട്ടില്ലെന്നുറപ്പാണ്. ഇനി കടന്നു കിട്ടിയാലും ഇവരെ ഉൾക്കൊള്ളുക എന്ന സാഹസത്തിന് ലത്തീൻ ഹയറാർക്കിയിലും ലത്തീൻ വിശ്വാസി സമൂഹവും മുതിരുമെന്നും തോന്നുന്നില്ല. കാരണം വേലിയിലിരിക്കുന്ന പാമ്പിനെ ആരെങ്കിലും എടുത്ത് തോളിലിടുമോ? ക്രിസ്തു സ്നേഹമോ സഭാസ്നേഹമോ അല്ല, വെറും ഗോത്രീയതയാണ് ഈ വൈദികരെ നയിക്കുന്നത്. മാധ്യമങ്ങളാണ് അവരുടെ ദൈവങ്ങൾ, സമരങ്ങളാണ് അവരുടെ പ്രാർത്ഥനകൾ, വ്യാജങ്ങളാണ് അവരുടെ പുണ്യങ്ങൾ. എറണാകുളത്തെ ദൈവജനത്തോട് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും നിങ്ങളുടെ വൈദികൻ അനുകരണീയ മാതൃകയായി ഇന്നലെ വരെ ഉയർത്തിക്കാട്ടിയിരുന്നവനുമായ ഫ്രാൻസിസ് പാപ്പ നിങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്തയച്ചിരുന്നു. ഈയിടെ വീണ്ടും ഒരു വീഡിയോ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. അത് മലയാളത്തിൽ വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ലോകത്തിൽ ഏത് വിശ്വാസി സമൂഹത്തിനാണ് ഇത്തരമൊരു ദുര്യോഗം ഉണ്ടായിട്ടുള്ളത്? ചിന്തിക്കുക, തീരുമാനമെടുക്കുക.